ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തൊരു അബ്നോർമൽ ആയിട്ടൊരു ആക്ടിവിറ്റി എന്നല്ല ഒരു കാര്യം. അതായത് എനിക്കതിന് ഇപ്പോഴും എനിക്ക് ഇപ്പോഴും അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. എന്തുവാ അത്? പ്രേതമാണോ, ഏലിയൻ ആണോ, ഉൽക്കയാണോ, അങ്ങനെ ഒന്നും എനിക്ക് ഇതുവരെയായിട്ട് എക്സ്പീരിയൻസ് ചെയ്തില്ല. അപ്പം ഞാൻ വിചാരിച്ചാൽ നിങ്ങളുടെ അടുത്ത് കൂടെ ഷെയർ ചെയ്യാൻ. അപ്പം ഞാൻ ഇന്ന് ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല, പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ട എൻ്റെ മുഖത്ത് കണ്ട ഇവിടെ 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 ഇങ്ങനെ കുറിച്ച് വരച്ചേക്കോട്ട് പിമ്പിൾസ് വന്നു. ഇത് എന്താ വന്നെന്ന് എനിക്കറിയാം. കാരണം കുറച്ച് ഡേയ്സൊക്കെ എനിക്ക് എന്തല്ലേ തിളക്കത്തോടും മിനുക്കത്തോടും നിൽക്കും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വരും. നീ അറിയില്ല. അപ്പം ഞാൻ വീഡിയോ എടുക്കണോ വേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മൾ നോർമലൈസ് ചെയ്യണ്ടേ. നമ്മൾ നോർമലൈസ് ചെയ്തില്ലെങ്കിൽ ഇവർ അവർ നോർമലൈസ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിരിക്കട്ടെ വീഡിയോ എടുക്കാൻ. നമ്മുടെ വീഡിയോ തുടങ്ങാൻ പോണേന് ഞാനത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് ഈ അടുത്തല്ല എനിക്കൊരു എക്സ്പീരിയൻസ്. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ട് അതെങ്കിലും ശരിക്കും നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യരുതിട്ടാ. ഞാൻ ഇങ്ങനെ അബ്നോർമൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പ്രയത്നം കാണാം അങ്ങനെ ഒന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞുതരാം, കഥ പറഞ്ഞുതരാം. അപ്പം ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കണേ, എല്ലാവരും ഹാളിലിരുന്ന് ഒരുമിച്ചായിരിക്കും എപ്പോഴും ഡിന്നർ കഴിക്കണേ. അപ്പം എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ മാത്രം താഴ്ത്തിരുന്നാൽ കഴിക്കണം. അത് ഞാൻ ചാനിക്കുട്ടി ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഞാൻ താഴ്ത്തിരുന്നിട്ട് കഴിക്കും. അപ്പം ഞങ്ങളുടെ ഓപ്പോസിറ്റ് പള്ളിയാണ്. ഇത് ഞങ്ങളുടെ വീടാണ്. ഇവിടെ നിന്നുണ്ടോ, ഇത് ഞങ്ങളുടെ പള്ളിയാണ്. അപ്പം പള്ളിയുടെ ഫ്രണ്ടിലാണ് ഞങ്ങളുടെ വീട്. ഇത് ഇവിടെ നിന്ന് നോക്കിയാൽ പള്ളിയാണ്, പള്ളിയിൽ നോക്കി ഞങ്ങളുടെ വീട് തൊട്ട് മുഖാമുഖോട്ടാണ് നിൽക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ടി വിയിൽ എന്തോ പ്രോഗ്രാം വെച്ചിട്ടുണ്ട്, ഇവരെന്തോ വർത്താനമൊക്കെ പറയും. പക്ഷെ ഞാനിങ്ങനെ ജസ്റ്റ് പുറത്തോട്ട് നോക്കിയപ്പോൾ ഇത് മതിൽ, ഞാൻ ഇവിടെ ആട്ടിരിക്കണം. ഞാൻ നോക്കിയപ്പം ഈ മതിലിൻ്റെ ഇത് മതിൽ മീൻസ് അധികം പൊക്കോ, നിങ്ങൾ മതിലൊന്നും അങ്ങനെ പൊക്കുന്നു ഒരു ഇത്രേ ഉള്ളൂ. ഇത് പറയുമ്പോൾ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല, പക്ഷേ നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഓക്കെ. അപ്പം ഞാൻ ഇങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മതിലിൻ്റെ ഇവിടെ താഴ്ത്തുനിന്ന് ഒരു ഉലിക്കല്ല സോറി മന്നത്തരം പറയല്ലേ, കേക്ക്. മതിലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു തീ പോലത്തെ സാധനം പോയിട്ടാണ്. ഞാനപ്പം എനിക്കുണ്ടായത് ഇത് എൻ്റെ ഭഗവാനെ, ഞാൻ ഇങ്ങനെ ഇപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ എന്തോ അത് മീൻസ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന കൂട്ട് പേടിച്ച് അയ്യോ അങ്ങനെ ഒന്നുമല്ല. നമ്മൾ ഒരു സ്റ്റക്കായി പോകും. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത് എക്സ്പീരിയൻസ് ഇങ്ങനെ നിന്നിട്ടുള്ളത് ഫസ്റ്റ് ആയിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ്. അപ്പം ഞാൻ ഇങ്ങനെ തരപ്പെടും. അപ്പം ഈ സാധനം ഇങ്ങനെ പോയിട്ട് നേരെ പോകണം. അപ്പം ഇതിങ്ങനെ പോയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ഇതൊക്കെ എന്തുവാന്ന് നോക്കിയപ്പോൾ അത് ഇങ്ങനെ പോകും, നേരെ പോകും. അപ്പം എനിക്കുണ്ടായ ഒരു ഫീൽ, എൻ്റെ മോനെ, ഒരു മനുഷ്യനോട് പറയാൻ പറ്റില്ല. ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ ഞാൻ എന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ അമ്മച്ചിനോടായിട്ടോ, അമ്മ ഞാനിങ്ങനെ സാധനം കൊണ്ട് ഇങ്ങനെ ഒരു തീ വന്ന് ഇങ്ങനെ. അമ്മച്ചി എവിടെ നിന്ന്? നമ്മൾ താഴത്തുനിന്ന് എവിടെ നിന്ന്? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയുടെ ആ മതിലിൻ്റെ അവിടെ നിന്ന്. അപ്പം എന്നെ വിശ്വസിക്കണില്ല, സത്യമായിട്ട് എന്നെ വിശ്വസിച്ചില്ല. അതിന് ഒരു മനുഷ്യൻ പോലെ എന്നെ വിശ്വസിച്ചില്ല. പക്ഷേ സ്റ്റോറി മാറി, ഞാൻ പറഞ്ഞുതരാം. എന്നെ ഒരു മനുഷ്യൻ പോലെ വിശ്വസിച്ചില്ല അടിക്കാരം. അപ്പം ഞാനിത് ഓക്കെ അത് വിശ്വസിക്കണ്ട, എൻ്റെ തോന്നലായിരിക്കും അങ്ങനെയാണ്. പക്ഷേ ഇതെൻ്റെ മൈൻഡിൽ കിടക്കണേന് എനിക്ക് ഇതിനൊരിക്കലും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആരോടെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും കളിയാക്കണേന് ചെയ്യണത്. ഓക്കെ, ആൾക്കാരെല്ലാം അവർ കളിയാക്കിക്കോട്ടെ, എല്ലാവരും കളിയാക്കണേന് ചെയ്യണം. അപ്പം ഞാനിവിടെ എൻ്റെ അനിയൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സച്ചാൽ, അവൻ്റെ വീട് ഇവിടെ അടുത്താണ്. അപ്പം ഞാനിങ്ങനെ വർത്താനം ഞാൻ പറഞ്ഞു എടാ നീ വിശ്വസിക്കുമല്ലേന്ന് അറിയൂല, പക്ഷെ ഞാൻ കാര്യം പറയാം, ഞാനിങ്ങനെ കണ്ടു. അപ്പം അവൻ കണ്ടേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ പള്ളിയുടെ അവിടെ നിന്ന് മതിലിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം പോയിട്ട് ഒരു മീൻസ് തീ എന്ന് പറയുമ്പോൾ വലിയ ഗോളമൊന്നുമല്ല, ഇത്രയൊക്കെ ഉണ്ടാവും, തീ പോലത്തെ സാധനം ഇങ്ങനെ താഴത്തുനിന്ന് മേളിലോട്ട് പോയിട്ടും അത് മേളിൽ നിന്ന് ഇങ്ങനെ ആകാശത്തോട്ടല്ല പോണത്, ഇങ്ങനെ പോണ കണ്ടെന്ന് ഞാൻ ഇവനോട് എക്സ്പീരിയൻസ് ചെയ്ത്. ഇവനൊരു മാതിരി എൻ്റെ ഞാൻ പറഞ്ഞു എപ്പോഴാണ് കണ്ടത്? ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു 11 മണി 11:30 അപ്പോഴിങ്ങനെ ലേറ്റായിട്ടാണ് ഡിന്നർ കഴിക്കണേട്ടാ ഇടയ്ക്ക്. ഞാൻ പറഞ്ഞു അപ്പോഴാണ് കണ്ടത്. അപ്പം ഇവനിങ്ങനെ സ്റ്റക്കായി കേട്ടോ. അപ്പം എനിക്കിങ്ങനെ ആക്രാന്തം, നീ എന്തുവാ കണ്ടേ. അപ്പം എനിക്ക് മനസ്സിലേക്ക് ക്ലിക്കായി, ഇവനെന്തോ ഒരിത് കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് ക്ലിക്കായി. അപ്പം ഞാൻ ചോദിച്ചു നീ എന്താണ്ട്. അപ്പം അവൻ പറയണേന് അവൻ എന്ന് വെച്ചാൽ ആദ്യം അതായത് അവൻ്റെ വീട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ്. അവനക്കും പള്ളി കാണാം, പക്ഷെ ഞങ്ങളാണ് തൊട്ട് ഫ്രണ്ടിൽ, ഇവൻ അടുത്താണ്. അപ്പം അവനക്ക് വീടിൻ്റെ അവിടെ നിന്ന് പള്ളി. അപ്പം അവൻ ഇതേപോലെ തന്നെ നോക്കിയപ്പോൾ പള്ളിയിൽ നിന്നല്ല, ഞാൻ കണ്ട ഡേറ്റിലൊന്നും അല്ല കേട്ടോ, അവൻ മുമ്പ് കണ്ടതാണ്. പള്ളിയിൽ നിന്നല്ല, പക്ഷെ ഇങ്ങനെ ആകാശത്ത് കൂടെ ഇങ്ങനെ ഒരു തീഗോളം ഇങ്ങനെ നേരെ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ കപ്പത്തോട്ടം എന്ന് പറയാനില്ല, ഇങ്ങനെ കുറച്ച് കപ്പ നട്ടിട്ടുണ്ട്, അതിൽ കൂടെ നേരെ ഇങ്ങനെ തീ അവനും കണ്ടു, ഞാനും കണ്ടു. ഞാൻ കണ്ടത് പള്ളിയുടെ അവിടെ നിന്നാണ്, ഇവൻ കണ്ടത് നേരെ പോണത്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കണ്ടത് വേറെ ദിവസങ്ങളിലാണ്. അപ്പം എനിക്ക് മനസ്സിലായി എന്തോ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പം എന്നെ വിശ്വസിക്കാത്ത ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഇവനെയും കൊണ്ടുപോയി കാണിച്ചു. ഇവനും കണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് എൻ്റെ മമ്മീനെ ഞാൻ വിശ്വസിപ്പിച്ചു, ഇവനും കണ്ടെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച്. അങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലൊക്കെ ചെറിയ ചർച്ചകളൊക്കെ വന്നു തുടങ്ങി, എന്താണ് കണ്ടത് അങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ സ്റ്റിൽ എനിക്ക് ഇപ്പോഴും അതിനൊരു ആൻസർ കിട്ടിയിട്ടില്ല. എന്നാ പക്ഷെ നമ്മുടെ ഉള്ളിൽ കിടക്കൂലേ ചില കാര്യങ്ങൾ, ഇങ്ങനെ അറിയണം എന്താണ്, അങ്ങനെ ഒരു കാര്യം എനിക്ക് ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ
പിന്നെ അത് ആരോട് ചോദിച്ചാലും എല്ലാവരും തമാശക്കൊക്കെ ആക്കി കളികൾ ആരും വലിയ സീരിയസ് ആയിട്ടില്ല. പക്ഷെ എനിക്കതിനൊരു ആൻസർ കിട്ടിയെങ്കിൽ കൊള്ളാവും എന്ന് ഉണ്ട്, എനിക്കറിയൂല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല, നമ്മുടെ ചാനലിലെ കണ്ടന്റ് ഒന്നുമില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റാ.